നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ ഇടപെടലിൽ വനിതകളുടെ ശാക്തീകരണം, വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്കറിയാം നാരീശക്തി വന്ദൻ അധിനിയം, ഭരണഘടന 106 അമെൻമെന്റ് ആക്ട് അത് പാസ്സാക്കി ഇരുസഭകളിലും പാസ്സായ വിവരം നമ്മളെല്ലാം കണ്ടതാണ്. ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായതുമാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ പ്രാതിനിധ്യം 33% ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉൾപ്പെടെ 33% എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അത് പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ള ഉദ്ദേശശുദ്ധിയോടെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നമുക്കറിയാം ജനസംഖ്യയിൽ ഏതാണ്ട് 50%-ലധികം വനിതകളാണ്. ആ 50%-ലധികം വരുന്ന വനിതകളുടെ ശബ്ദം ഇനി രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തന മേഖലയിലും നയരൂപീകരണത്തിലുമൊക്കെ വളരെ മികച്ചതായി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് സമൂഹമുള്ളത്. സ്ത്രീകൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള വനിതകൾ, സമൂഹത്തില് മുഖ്യധാരയിൽ നിൽക്കുന്ന വനിതകൾ എല്ലാവരും ഇതിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇതിന് നമുക്കറിയാം വളരെ ചരിത്ര പ്രധാനമായ ഒരു സഞ്ചാരം ഈ 33% വനിതാ പ്രാതിനിധ്യം എന്നുള്ള ബില്ലില് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സഞ്ചാരം ഉണ്ടായിട്ടുണ്ട്. 70-70 വർഷക്കാലമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആഗ്രഹമാണ് 33% എന്നുള്ളത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് 50%-ലധികം ഈ രാജ്യത്ത് സ്ത്രീകളാകുമ്പോൾ ഇവിടെ നയരൂപീകരണ മേഖലയിൽ ശബ്ദിക്കാൻ അതിലൊരു 33% ആവശ്യമില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചതും ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നാരി ശക്തി വന്ദൻ അധിനിയം അതൊരു നിയമമായി വന്നിട്ടുള്ളതും. ഒരു 33% ആവശ്യമില്ലേ? നമ്മൾ കണ്ടു 2014 ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ, കായിക മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൊതു ഇടപെടലുകൾ, നയരൂപീകരണങ്ങൾ നടത്തുന്ന ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ കണ്ടതാണ് 78 MP-മാർ മാത്രമാണ് ലോക്സഭയിലുള്ളത്. അതായത് വെറും 14%. നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ ഏതാണ്ട് 9% മാത്രമാണ് അതുള്ളത്. രാജ്യത്ത് സംസ്ഥാന നിയമസഭകളിൽ ഏതാണ്ട് 6100-ഓളം സീറ്റുകൾ വരുമ്പോൾ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അതിൽ 2000-ലധികം സ്ത്രീകൾ രാജ്യത്ത് സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ലോക്സഭയിൽ 816 സീറ്റുകളായി ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 273 സീറ്റുകളിലേക്ക് വനിതകൾ എത്തും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഭരണഘടന നമുക്ക് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ഏതാണ്ട് 375 അംഗങ്ങൾ ആ അസംബ്ലിയിൽ, 385 അംഗങ്ങൾ ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു, ഭരണഘടന അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അതിൽ 15 പേർ വനിതകളായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അന്നും സ്ത്രീ പ്രാതിനിധ്യം ഏതാണ്ട് 3.9% ഭരണഘടനാ അസംബ്ലിയിലും ഉണ്ടായിരുന്നത്. അതും കുറവായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് 1996 മുതൽ പലവിധ കോലാഹലങ്ങൾ, ആ ചരിത്രം നമുക്കെല്ലാം അറിയുന്നതാണ്.
2008 വരെയുള്ള കാലഘട്ടത്തിൽ പാർലമെന്റിൽ ഈ 33% സംവരണം അംഗീകരിക്കപ്പെടുന്നതിനു വേണ്ടി വന്നിട്ടുള്ള ബില്ലുകൾ കീറിയെറിയുകയും സ്ത്രീ നിഷേധം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ ഇതിന് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിത നിലപാടുമായി പല രാഷ്ട്രീയ പാർട്ടികളും വന്നിട്ടുള്ള ചരിത്രവും നമ്മൾ കണ്ടതാണ്. 1949 അന്ന് AICC പ്രസിഡന്റ് ആയിരുന്ന പട്ടാഭി സീതാരാമയ്യർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇന്നും ചരിത്രത്തിലുണ്ട്. സ്ത്രീകൾക്ക് ഇതിന് പ്രത്യേകിച്ച് പ്രൊവിഷന്റെ ആവശ്യമില്ല, വനിതാ സംവരണം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യമില്ല, ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒരു പരസ്പര സഹകരണത്തിലൂടെ അത് പതിയെ വന്നുകൊള്ളും എന്നാണ് 49 അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ ഒരു 50 വർഷത്തിന് ശേഷം ശ്രീമതി സുഷമ സ്വരാജ് പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 49 പറഞ്ഞ് 99 സുഷമ സ്വരാജ് സംസാരിക്കുമ്പോൾ ആ 50 വർഷം കഴിഞ്ഞിട്ടും അന്ന് സുഷമ സ്വരാജ് സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ 6% മാത്രമാണ് സ്ത്രീ പ്രാതിനിധ്യമുള്ളത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും വന്നിട്ടില്ല, അവിടെ ഒരു പ്രത്യേക പ്രൊവിഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ശ്രീമതി സുഷമ സ്വരാജ് പറഞ്ഞു, പ്രാതിനിധ്യം 6% എന്നത് വളരെ കുറവാണ്, ഇതിൽ നിന്നും മുന്നോട്ട് പോകണമെന്ന് 1999 അവർ ലോക്സഭയിൽ പ്രസംഗിച്ചത് ചരിത്രത്തിലുണ്ട്. അതിനുശേഷം AB വാജ്പേയി 3 തവണ ഈ ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. അപ്പോൾ ഈ കടമ്പകളെല്ലാം കടന്നുകൊണ്ട് 21ാം നൂറ്റാണ്ടിലെ ചരിത്രപരമായ ഒരു മുഹൂർത്തമെന്നാണ് നരേന്ദ്രമോദിജി ഇന്നലെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്ത് വന്നാൽ അല്ലെങ്കിൽ നയരൂപീകരണത്തിൽ വന്നാൽ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയില്, കുടുംബക്ഷേമ വകുപ്പുകളില്, ആരോഗ്യ മേഖലയിലൊക്കെ സ്ത്രീകൾക്ക് പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരുവാനും അത് സമൂഹത്തിന് ഏറ്റവും ഗുണപരമായ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന മാറ്റം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാതൃവന്ദൻ യോജന മുതൽ, അതായത് ഒരു ഗർഭസ്ഥ ശിശുവിന് കിട്ടേണ്ട പരിചരണം മുതൽ, ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിന് സുകന്യ സമൃദ്ധി പദ്ധതി തുടങ്ങി ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പോഷൺ അഭിയാൻ പദ്ധതിയിലൂടെ, അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ, വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യ സമൃദ്ധി പദ്ധതിയിലൂടെ, മറ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് പദ്ധതികൾ നൽകുന്നതിലൂടെ ഒരു പെൺകുഞ്ഞിനെ എത്ര കരുതലോടെയാണ് ഈ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വികസനം, ആ വികസനം എന്ന് പറയുന്നത്, വനിതകളുടെ വികസനം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇനി വേണ്ടത് എന്താണ്? വനിതകൾ നേതൃത്വം നൽകുന്ന വികസനത്തിലേക്കാണ് സത്യത്തിൽ നമ്മുടെ രാജ്യം എത്തേണ്ടത്. വനിതകൾക്ക് വികസനം 2014 മുതൽ ഒട്ടനവധി വികസന പദ്ധതികൾ ഉണ്ട്. കണക്കെടുത്ത് പറഞ്ഞാൽ അഭൂതപൂർവമായ വളർച്ച വികസന പദ്ധതികളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വനിതകൾ നേതൃത്വം നൽകുന്ന വികസനം, അത് ഈ സമൂഹത്തിന്, വനിതകൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മുഴുവൻ ഗുണകരമാകുന്ന രീതിയിൽ വനിതകൾ നേതൃത്വം നൽകുന്ന ഒരു വലിയ വികസനം ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആഗോളതലത്തിൽ ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിലാണ് നമ്മളെല്ലാവരും. ആ വികസിത കാഴ്ചപ്പാടിലേക്ക്, വികസിത ഭാരതത്തിലേക്ക് എത്തുന്നതിന് രാജ്യത്ത് 50%-ത്തിലധികം വരുന്ന ജനസംഖ്യയിൽ 50%-ത്തിലധികം ശബ്ദമാകുന്ന, നാവാവുന്ന സ്ത്രീകൾ അവരുടെ പ്രാതിനിധ്യം
ലോക്സഭയിലും അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലും നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിലും ഉണ്ടാകണമെന്നുള്ളത് ഒരു രാജ്യം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായി ഇതിനെ എതിർക്കുവാനുള്ള പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ 10-60 വർഷക്കാലമായി ഒരു നടപടിയുമില്ലാതെ ബില്ല് വരും, ബില്ല് കീറിയെറിയും, ചർച്ചകൾ നടക്കില്ല, ചർച്ചകൾ അലങ്കോലമാക്കപ്പെടും. ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട അവരുടെ അവകാശത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിച്ച് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുകൊണ്ട്, ഒരു സമഗ്രമായ കാഴ്ചപ്പാടിലൂടെ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ലേ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ കൈക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെന്നാണ് ഇനി നടപ്പിലാകേണ്ടത്? ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഇനിയും കാലതാമസം വരുത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ 106-ാം അമെൻമെന്റ് ഭേദഗതി ബിൽ, നാരീശക്തി വന്ദൻ അധിനിയം എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ വലിയ ചരിത്രപരമായ ഒരു മുഹൂർത്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് എല്ലാവരും ചേർന്ന്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ലിംഗഭേദമന്യേ എല്ലാവരും ചേർന്ന് ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയും ഈ നിയമത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രപരമായ ഒരു വലിയ മുഹൂർത്തം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കണമെന്നുള്ള അഭിപ്രായമാണ്, ഒരു സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുവാനുള്ളത്.